ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള അന്തരം അഥവാ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി ഈ മാസം 21-ന് കേരളത്തെ പ്രഖ്യാപിക്കും. ഇത് പുല്ലമ്പാറ പഞ്ചായത്തിലെ മുക്കുടിയിൽ കുന്നുംപുറത്ത് വീട്ടിൽ സരസമ്മ. ഡിജിറ്റൽ സാക്ഷരത എന്ന ലക്ഷ്യത്തിലേക്ക് ആദ്യ കാൽവെപ്പ് നടന്ന പുല്ലമ്പാറ പഞ്ചായത്തിലെ പഠിതാവ്. തൊഴിലുറപ്പ് തൊഴിലാളിയായ സരസമ്മ കോവിഡ് കാലത്താണ് ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിൽ പങ്കാളിയാകുന്നത്. ഇപ്പോൾ സ്മാർട്ട് ഫോണും അതിലെ ആപ്പുകളുമെല്ലാം അനായാസം ഉപയോഗിക്കുന്ന സരസമ്മയ്ക്ക് സ്വന്തം യൂട്യൂബ് ചാനലുമുണ്ട്. ഇതിലുപരി ഡിജി കേരളയുടെ ബ്രാൻഡ് അംബാസഡറുമാണ്. ഒഴിവു നേരങ്ങളിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും സരസമ്മയ്ക്ക് കൂട്ട് സ്മാർട്ട് ഫോൺ. എന്നെപ്പോലെ കുറേ ആൾക്കാരെ കൊണ്ട് പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് തൊഴിലുറപ്പിൽ മേറ്റുമാർ കൊണ്ടുവന്ന് അവരെ ഫോണിൽ ഇങ്ങനെ നീക്കി കാണിച്ചിട്ട് അവർ നമ്മളെ സ്വന്തം ഫോട്ടോ എടുപ്പും ഓരോന്ന് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ കാണിച്ച് തന്നുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് പഠിക്കാൻ പറയപ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ഒന്നുമില്ല പഠിക്കുക. അപ്പോൾ എനിക്ക് തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടി. അതുകൊണ്ട് നെടുമങ്ങാട്ട് പോയി 5000 രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങിച്ച്. അപ്പോൾ ഇതേപോലെ എല്ലാ സെറ്റപ്പും അതിലും ഉണ്ട്. അപ്പോൾ യൂട്യൂബ് കാണും, എല്ലാം കാണും. ഞാൻ ഇതിൽ പരിപാടി ടി വി ഇല്ലാത്തതുകൊണ്ട് ഇതിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചും കണ്ടും ഒക്കെ ഇരിക്കണത്. സരസമ്മ ഒരാളല്ല, ഇവരെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ തദ്ദേശ വകുപ്പിന്റെ പരിശീലന പരിപാടിയിലൂടെ ഡിജിറ്റൽ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. 3 മൊഡ്യൂളുകളിലായി 15 ആക്ടിവിറ്റികൾ പൂർത്തിയാക്കിയാണ് 21.88 ലക്ഷം പേർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന നേട്ടത്തിലേക്ക് എത്തിയത്. പുറം ലോകത്തേക്ക് ഏറെയൊന്നും യാത്രയില്ലാത്ത വാർദ്ധക്യകാലത്ത് ഡിജിറ്റൽ അറിവിലൂടെ ലോകത്തെ വീട്ടിലേക്ക് എത്തിക്കാൻ പുതിയ പരിശീലനം പലർക്കും സഹായകമായി. ഫോണിൻ്റെ ഗുണകരമെന്ന് വെച്ചാൽ വലിയ ഗുണകരമല്ലേ. ഇവിടെ ഇരുന്നുകൊണ്ട് ലോകം മുഴുവൻ കാണാമല്ലോ. ഫോണിൻ്റെ ആവശ്യം വന്നപ്പോൾ ചെറിയ ഫോണാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ യൂട്യൂബ്, വാട്സപ്പും മറ്റു കാര്യങ്ങളൊക്കെ വന്ന വലിയ ഫോണായപ്പോൾ എൻ്റെ മോനൊരു ഫോൺ വാങ്ങിച്ച് തന്നായിരുന്നു. അപ്പോൾ ഇത് ഇവരൊന്ന് പഠിപ്പിച്ച പിന്നീടാണ്, അന്ന് എനിക്ക് ഫോണില്ലായിരുന്നു. ഇത് പഠിക്കുക പിന്നീട് ഫോൺ വാങ്ങിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. 100 വയസ്സുള്ളവർ വരെ പരിശീലന പരിപാടിയുടെ ഭാഗമായി ഡിജിറ്റൽ അറിവുകൾ നേടിയിട്ടുണ്ട്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഈ മാസം 21-ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. ഷൈജു ചാവശ്ശേരിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.